നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ ലൈവ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ആ സിനിമ സംസാരിച്ച ആ അവാർഡ് പ്രഖ്യാപന വേളയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ ഒരു സിനിമ അജയൻ്റെ രണ്ടാം മോഷണം തന്നെയാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏകദേശം 3 അവാർഡുകൾ, ബെസ്റ്റ് VFX ടൊവിനോ തോമസിന് മികച്ച നടനുള്ള ജൂറി പരാമർശം, അതോടൊപ്പം തന്നെ KS ഹരിശങ്കറിന് മികച്ച പിന്നണി ഗായകനായിട്ടുള്ള അവാർഡും കിട്ടി. ഈ 3 അവാർഡുകളും കിട്ടിയത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ലേബിളിലാണ്. ഇന്ന് 56ാമത് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ എത്തിപ്പെടുകയാണ്. അജയൻ്റെ രണ്ടാം മോഷണം മികച്ച ചിത്രത്തിന്, പ്രത്യേകിച്ച് നവാഗത സംവിധായകനുള്ള ചിത്രത്തിൻ്റെ കോമ്പറ്റീഷനിൽ ഇന്ത്യൻ പനോരമ കാറ്റഗറിയിൽ ഈ സിനിമ ഇടം നേടുമ്പോൾ എന്നോടൊപ്പം തത്സമയം സംസാരിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകനായ ജിതിൻ ലാൽ ചേരുകയാണ്. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നാണ് ജിതിൻ എത്തുന്നത്. ആദ്യം തന്നെ ജിതിൻ ചേട്ടാ, കൺഗ്രാജുലേഷൻസ്, ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ആദ്യം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. എനിവേസ്, ഈ സിനിമയ്ക്ക് ഒരു മികച്ച VFXനുള്ള ഒരു അവാർഡ്, അത് ആദ്യം മുതൽ തന്നെ സംസാരിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കൈകളിലേക്ക് എത്തി. നമുക്ക് ആദ്യം ആ VFXനെ പറ്റി സംസാരിക്കാം. ഒരു 30 കോടിക്ക് താഴെ ബഡ്ജറ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ പല ഇൻഡസ്ട്രികളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത്രയും ബ്രില്യൻലി VFX നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്നതിൻ്റെ ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? ആദ്യം താങ്ക് യു. ഭയങ്കര സന്തോഷമാണ്. അടുത്തടുത്ത് 2 ആഗ്രഹിച്ചിരുന്ന ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നതിൽ അത്രയും ഭയങ്കര എന്താണ്, എൻ്റെ ടീമിനോട് ഞാൻ അതിന് ആദ്യമായിട്ട് തന്നെ നന്ദി പറയുന്നു. പിന്നെ മെയിൻലി ഞാൻ VFXൽ എൻ്റെ കൂടെ ബാക്കി 3 പേരും കൂടെ ഉണ്ട്. 4 പേരാണ് ഞങ്ങൾ സൂപ്പർവൈസേഴ്സ്. ഞാൻ ഓവറോൾ ഹെഡ് ചെയ്തു. പിന്നെ 2 സ്റ്റുഡിയോസ്, മൈൻസ്റ്റൈനും എൻവിഷനും, പിന്നെ ഓൺസെറ്റ് ഒരു സൂപ്പർവൈസറും. അപ്പോൾ ഞങ്ങൾക്കാണ് ഈ പറയുന്ന 4 പേർക്കാണ് അതിൻ്റെ VFXൻ്റെ ഇത് കിട്ടിയത്. അപ്പോൾ പിന്നെ ഹരി ഭയങ്കരമായിട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ ഹരിക്ക് കിട്ടി, ആദ്യമായിട്ട് ARMലൂടെ തന്നെ കിട്ടി. ടോവിക്ക് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഒരു എന്താ നടനിലുപരി ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നത് ടോവിയുടെയാണ്. അപ്പോൾ ടോവിക്കും കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ബഡ്ജറ്റിലുള്ള സിനിമ ചെയ്യുമ്പോൾ എനിക്കറിയാം അതിൽ ഒരുപാട്, അതായത് ഒരുപാടെന്ന് പറയുമ്പോഴത്തേക്കൊരു 3000 ഷോട്ടോളം VFX ഷോട്ടുകളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വേൾഡ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഞാനിങ്ങനെ VFXനെ കുറിച്ച് ഈ പറയുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അത് സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് സിനിമയിലേക്ക് എത്തി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു തോട്ട് ലെവൽ കുറച്ചുകൂടെ വേറൊരു ഡയമെൻഷനിലേക്ക് ചിന്തിക്കുന്നതും, വേൾഡ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് VFXൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് കിഷൽ, അപ്പോൾ അവിടുന്ന് കിഷലുമായിട്ടാണ് ഞാൻ ആദ്യം എനിക്ക് ഓക്കെ ഇങ്ങനെ, ഇപ്പോൾ നമ്മളത് കണ്ടിട്ടുള്ള ഇപ്പോൾ കൊട്ടാരം, അപ്പോൾ നമുക്കുള്ളതൊരു ബേക്കൽ ഫോർട്ടാണ്. അപ്പോൾ ബേക്കൽ ഫോർട്ടിൻ്റെ മുകളിലൊരു കൊട്ടാരം വന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ നമുക്കിവിടെ കാണുന്ന മൗണ്ടൻസ് അല്ലാതെ നമ്മൾ ഇന്തോനേഷ്യയിലും അല്ലെങ്കിൽ തായ്ലാൻഡിലൊക്കെ കാണുന്ന പോലത്തെ, വിയറ്റ്നാമിലൊക്കെ കാണുന്ന പോലത്തെ മൗണ്ടൻസ് എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം? കാരണം നമ്മളൊരു ഫാൻറ്റസി ഫിലിം പറയുമ്പോൾ അതിനൊരു പ്രോപ്പർ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് അതിലൊരു മേജർ സീക്വൻസ് ആണ് വാട്ടർഫോൾ സീക്വൻസ്. നമുക്കൊരിക്കലും ആതിരപ്പള്ളി പോലത്തെ ഒരു വാട്ടർഫോൾസിൽ അതൊരു 30 ഫീറ്റോളം ഹൈറ്റുള്ള ഒരു വാട്ടർഫോളാണ്. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർഫോളിൽ നമുക്ക് ഒരിക്കലും നൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു ഒരുപാട് ജങ്ക് ഓഫ് ഷോട്ട്സ് വരുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന വാട്ടർഫോൾ സീക്വൻസ്. അത് നൈറ്റും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു. കുറേ അങ്ങനെ വന്നിട്ടുള്ള സിനിമകളുടെ മേക്കിംഗ് ഞാൻ ഒരുപാട് കണ്ടുപഠിച്ചു. പല VFX ടീമുകളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന ഒരു പാർഷ്യൽ സെറ്റ് ഇടുന്നു, നൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു. ചുറ്റുമുള്ള വാട്ടർഫോൾസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. കാരണം എൻ്റെ ഒരു വിഷനിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് അതിലൊരു കേർവ്ഡ് ആയിട്ടുള്ള അത്രയും വലിയൊരു 60 to 80
ഫീറ്റ് ഹൈറ്റ് തോന്നിക്കുന്ന ഒരു അത്രയും വലിയൊരു വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. അങ്ങനെ നമ്മൾ കോൺസെപ്റ്റ് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പല പുറത്തുള്ള ആൾക്കാരുമായിട്ടും സിനിമ റിലേറ്റഡും പ്രൊഡക്ഷൻസും ഒക്കെ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെ ഇത്രയും 10,000 ഷോട്ട് ഉള്ള ഒരു സിനിമ ഇത്രയും ബഡ്ജറ്റിൽ എങ്ങനെ നമ്മൾ ചെയ്തെടുത്തു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു VFX ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2 to 2.5 crores ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ ഒരിക്കലും നമുക്ക് 3,000 ഷോട്ട്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം അതിനെ നമ്മളൊരു ചലഞ്ചായിട്ട് എടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ല, ഞാൻ ആഗ്രഹത്തിന്റെ പുറത്ത് ചോദിക്കാം, പ്രൊമോഷൻ സമയത്തും വെളിപ്പെടുത്തിയില്ല. എത്രയായിരുന്നു അജയന്റെ രണ്ടാം മോഷൻ എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ്? അല്ല, ഈ പറയുന്ന ഒരു 25 to 30 അകത്ത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർ ബഡ്ജറ്റ് വരുന്നത്. അല്ല, ഇപ്പോൾ ജിതിൻ ലാൽ, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഈ ലാൽ എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടനോടുള്ള അമിതമായ ആരാധനമൂത്ത് ജിതിൻ സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച ആ ലാലാണ് ഈ ജിതിൻ ലാൽ എന്ന് പറയുന്നത്. അത്രമാത്രം ലാലേട്ടൻ ആരാധകരാണ് ജിതിൻ. അപ്പം ഇതേ മോഹൻലാൽ ചിത്രമായ തുടരും IFFI കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. IFFI ഇപ്പം ARM പോലെ തന്നെ തുടരവും വരുന്നുണ്ട്. ഒരു ലാലേട്ടൻ പ്രോജക്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതകളുണ്ടോ? ഇല്ല, ഈ പറയുന്ന നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ഒരു അറിവ് വെച്ചിട്ട് ഒരു 3 വയസ്സ് മുതലേ ഞാനൊരു ലാലേട്ടൻ ഫാനായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു പേര്, അങ്ങനൊരു ഷിഫ്റ്റ് ഉണ്ടായി. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേര് ജിതിൻ നായർ TK എന്നുള്ളതായിരുന്നു. അത് ഞാൻ സ്കൂളിൽ എന്നെ ചേർക്കാൻ പോയപ്പോൾ സിസ്റ്ററിനോട് ഞാൻ മോഹൻലാൽ എന്ന് പറയുകയും സിസ്റ്ററാണ് അതിനെ ഒരു ജിതിൻ ലാലിലേക്ക് ആക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടു വളർന്നതും സിനിമയും അതുകൊണ്ടുള്ള ആ ഒരു ആരാധനയും ഈ പറയുന്ന നമ്മൾ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് സിനിമയിലേക്ക് ഡിസിഷൻ എടുക്കുന്നത് ഇതുപോലൊരു ഫിലിം ഫെസ്റ്റിവലിലാണ്, നമ്മുടെ IFFKയിൽ വെച്ചിട്ടാണ് 2013. അപ്പോൾ 2014 മുതലുള്ള എല്ലാ IFFI ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു 12ാമത്തെ ഒരു ഫെസ്റ്റിവലാണ് എൻ്റെ ഈ 56th. അപ്പോൾ നമ്മൾ ചെയ്ത ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുക, അതായത് ഒരു സെലക്ഷനെങ്കിലും കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊരു കോമ്പറ്റീഷൻ സെക്ഷനിലേക്ക് വരിക, ഡെബ്യൂ ഡയറക്ടർ കാറ്റഗറിയിലേക്ക് പരിഗണിക്കുക. അതിനകത്ത് 5 ഇന്ത്യൻ സിനിമകളിൽ ഒരേ ഒരു മലയാള സിനിമ മാത്രമേ ഉള്ളൂ. ഭയങ്കര അഭിമാനകരമായ നേട്ടമാണ്, ചെറിയ കാര്യമല്ല അത്. അതെ 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 ഭയങ്കര ഇതാണ്. നിരാശരല്ലായിരുന്നു. ബട്ട് ഈ പറയുന്ന കേരള സ്റ്റേറ്റിന്റെ സമയത്ത് നമുക്ക് VFXനെങ്കിലും കിട്ടി. ആ പേരും പറഞ്ഞ് നമുക്കൊരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ സ്വന്തം നാടായിട്ടുള്ള ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങാൻ പറ്റും എന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് റെഡ് കാർപ്പറ്റുകൾ നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. പല ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ നമ്മളൊരു ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് നിന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ബാരിക്കേഡിന്റെ അപ്പുറത്ത് നടക്കാൻ പറ്റും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അല്ല, ഞാൻ ഇത് വെച്ച് കൂട്ടി ചോദിക്കുകയാണ്. IFFI മികച്ച നവാഗത സംവിധായകന്റെ സിനിമയായിട്ടാണല്ലോ. ഒരു നവാഗത സംവിധായകൻ എന്നുള്ളൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് സ്റ്റേറ്റ് അവാർഡ്സിൽ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് IFFI ആ ഒരു കാറ്റഗറി കിട്ടിയതില് നമ്മൾ നമ്മൾ ഹാപ്പി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ARM ഒരു കൊമേഴ്ഷ്യൽ ചിത്രം മാത്രമല്ല, നമ്മൾ അതിനകത്ത് സംസാരിച്ചേക്കുന്ന പൊളിറ്റിക്സ് ആണെങ്കിലും അതിൻ്റെ ഒരു കഥാപശ്ചാത്തലം ആണെങ്കിൽ പോലും അതിനൊരു
ഒരു ആർട്ടിസ്റ്റിക് വാല്യൂയും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ജർമ്മനിയിലുള്ള സ്റ്റുട്ട്ഗാർട്ട് ഫെസ്റ്റിവൽ ആണെങ്കിലും തായ്വാനിലുള്ള ഗോൾഡൻ ഹോഴ്സിലും നമുക്ക് സെലക്ഷൻ കിട്ടിയപ്പോഴും അപ്പോഴാണ് നമുക്ക് കൂടുതലും ഇൻ്റർനാഷണൽ ഓഡിയൻസിന് ഈ സിനിമ എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഒരു എത്രയോ വർഷത്തെ ആഗ്രഹമാണ് ഈ പറയുന്ന IFFIയിൽ പോവുക എന്നുള്ളത്. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഗോവയിൽ എങ്ങനെയെങ്കിലുമൊക്കെ പല ബസ്സും ലോക്കൽ ട്രെയിനിലും മിക്കവാറും ട്രെയിനിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി സെറ്റിൽ ആവാത്തൊരു ടൈമൊക്കെ ആയിരുന്നു, ജോലിയൊക്കെ വിട്ടിട്ട് നിൽക്കുന്ന കാരണം. അപ്പം വീട്ടിൽ നിന്നും അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇത് ചെയ്യത്തില്ല. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കണ്ടെത്തി ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ ബോറോ ചെയ്തിട്ട് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഗോവയിൽ പോകുന്നു, ഫ്രണ്ട്സായിട്ടൊക്കെ നിൽക്കുന്നു. ചിലപ്പോൾ ഹോസ്റ്റലിൽ ഒരുപാട് നിന്നിട്ടുണ്ട്, ഡോർമെട്രീസിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു 12 വർഷം ടൈമിൽ ഞാൻ നമ്മുടെ സിനിമ ഇങ്ങനെ ഒരു മത്സര വിഭാഗത്തിൽ വരുന്നു എന്നുള്ള ആ ഒരു സൈക്കിളാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അല്ല, അതോടൊപ്പം തന്നെ ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടിയില്ല ഇതിന്. അതായത് ഒരു ലാലേട്ടൻ പ്രോജക്റ്റ് ഉണ്ടോ? ഞാനത് ഭയങ്കരമായിട്ടൊരു ചോദ്യം ആളുകളുടെ ഇടയിൽ വരുന്നതാണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും കാണുന്ന ഒരു സംഭവം ഉണ്ടായി, ഒരു കഥ പിച്ച് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു. ഇല്ല, നമ്മൾ ഒരു ബേസിക് ഒരു ബേസിക് മീറ്റിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഓൾറെഡി ഞാൻ വേറൊരു പ്രോജക്റ്റിൻ്റെ പ്രീ പ്രൊഡക്ഷനിലാണ്. അതൊരു വേറൊരു സ്റ്റാറുമായിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ലോക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ സിനിമ പോലെ തന്നെ. ഇല്ല, ആയിട്ടില്ല. പൃഥ്വിരാജാണോ? ഒരു യുണൈറ്റഡ് കിങ്ഡത്തിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ച് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ക്വിക്ക് കാച്ചപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പൃഥ്വിരാജാണോ നടൻ? ഇല്ല, അത് എല്ലാം അല്ലല്ല, എല്ലാം ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഒരു പരിപാടിയിലോട്ട് വരും. 8 years കൊണ്ട് മൗണ്ട് സംഭവിച്ച ഒരു സിനിമയാണ്. ഒരുപാട് പേരുണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു സിനിമയാണ് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഒരു ഫാന്റസി ജോണർ തന്നെയാണ് വീണ്ടും ട്രൈ ചെയ്യുന്നത്. അത് എല്ലാതരം ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് ഇതുപോലെ പീരിയഡ് ഫിലിംസ് ചെയ്യാനാണ് ആഗ്രഹം, ഒരുപാട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് കേട്ടത്. അതിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ തന്നെയാണോ താല്പര്യം? ആ ഒരു പീരിയഡ് ജോണർ സിനിമകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, അതിലേക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണോ താല്പര്യം? അല്ല, എനിക്ക് ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒരു ഫിക്ഷണൽ ടൈം ലൈനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ARM എടുത്താലും അതിനകത്തൊരു പ്രത്യേകമായിട്ടുള്ളൊരു ടൈം ലൈനോ സ്പേസോ ഒന്നുമില്ല. നമ്മുടേതായിട്ടുള്ള ടൈമും സ്പേസിനകത്തും നടക്കുന്ന ഒരു സ്റ്റോറി, ഒരു ഫോക്ലോർ സ്റ്റോറി. അത് തന്നെ ആയിരിക്കും നമ്മുടെ ഇനിയുള്ള പ്ലാൻസും. പക്ഷേ ജോണേഴ്സ് ഷിഫ്റ്റ് ആവും, മൾട്ടിപ്പിൾ ജോണേഴ്സ് വരും, കുറച്ചുകൂടെ ഡിഫറെൻ്റ് കാര്യങ്ങളിലേക്ക് നമ്മളത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ തന്നെയാണ് കൂടുതലും ചെയ്യാൻ ഇഷ്ടം. ഇങ്ങനത്തെ സിനിമകൾ സ്വിച്ചിട്ടാൽ പെട്ടെന്നുണ്ടാവാത്തത് കൊണ്ട് എന്തായാലും ഒരു ടൈം എടുക്കും. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സംവിധായകനാവും, നമ്മുടെ ആദ്യത്തെ പടം ഇത്രയും റെക്കഗ്നീഷൻ കിട്ടുന്നു, അവാർഡ്സിൽ നേടിയെടുക്കുന്നു, ഇപ്പോൾ ഗോവയിൽ പോകുന്നു, അത് വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അടുത്ത പടം ഓൺ ആവണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഇത്രയധികം സമയം എടുക്കുന്നു. അപ്പം നമ്മൾ വീണ്ടും ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് നമ്മൾ വീണ്ടും തെളിയിക്കേണ്ട ഒരു അവസരം ഉണ്ടല്ലോ. അത് ഈ ടൈം കൺസ്യൂമിങ് പ്രശ്നമാകുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്രഷർ എന്നെ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കും, ഒരു വർഷമായി ARM ഇറങ്ങിയിട്ട് അടുത്ത് പെട്ടെന്ന് അനൗൺസ് ചെയ്യും, എന്താണ് അടുത്ത പരിപാടി. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷവും നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
എപ്പോഴും നമ്മൾ വിചാരിക്കും ആദ്യത്തെ സിനിമ വലിയ ഹിറ്റായി ക്രോസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടം ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അടുത്തതും ഈ പറയുന്ന നേരത്തെ ചെയ്ത സിനിമയുടെ ഇരട്ടി ബഡ്ജറ്റ് ആവുമ്പോഴത്തേക്ക് അതിപ്പോഴും മലയാള സിനിമയ്ക്ക് ഫീസിബിൾ അല്ല എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ, നമ്മുടെ സിനിമ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു ടീമിലേക്ക് എത്തിച്ചേരുക, അതിന്റെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു വമ്പൻ പ്രൊഡക്ഷൻ കമ്പനിയാണ് അടുത്ത സിനിമയെ ബാക്ക് ചെയ്യുന്നതെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അപ്പൊ കൈ കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നോട് ചോദിക്കുക എന്താ ചോദിക്കാത്തത്. ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് ബാക്ക് ചെയ്യുന്നത് ഒരു സംഭവം ഞാൻ പറയുന്നില്ല. അതെല്ലാം ഒരു ഒഫീഷ്യൽ ഇല്ല അതിന്റെ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെന്റ് വരുമ്പോഴേ എനിക്കത് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഞെട്ടിപ്പോയ ഒരു പോസ്റ്റാണ് അത്. ജിതിന്റെ ഭാഗത്ത് നിന്നും കണ്ടത് ഋത്തിക് റോഷനൊപ്പമാണ്. ഋത്തിക് റോഷനൊപ്പം കണ്ടിട്ട് ഈ വർഷത്തെ ഏറ്റവും വലിയ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് കാണുന്നത്. ആ ഒരു മീറ്റപ്പ് എങ്ങനെയാണ് അവിടെ കമന്റ്സിൽ കണ്ടു കാണും, അടുത്ത പടം ഋത്തിക് റോഷനെ വെച്ചിട്ടാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കമന്റ്സും കണ്ടിട്ടുണ്ടാവും. ആ മീറ്റപ്പ് എങ്ങനെയായിരുന്നു ജിതിന്? അല്ല, ഞാൻ ലണ്ടനിലെ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് ആണ് ന്യൂ ഇയർ 1-ാം തീയതിയാണ് ഞാൻ കാണുന്നത് രാത്രി. അപ്പോൾ ഒരു ഡെസേർട്ട് ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഇറങ്ങുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് പുള്ളിയുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളൊരു റിക്വസ്റ്റ് ചോദിച്ചു. അപ്പം ഞാൻ സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ തന്നെ പുള്ളിക്ക് എന്നെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. കാരണം പുള്ളിയായിരുന്നു നമ്മുടെ ARMൻ്റെ ഹിന്ദി ട്രെയിലർ ട്വിറ്ററിൽ ഷെയർ ചെയ്തത്. അപ്പോൾ പുള്ളി ARM കണ്ടിട്ടുമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അടുത്ത സിനിമയെ കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വില്ലേജ് ഏലിയൻ ഫിലിമാണ് അടുത്തത് ചെയ്യുന്നത്. കാരണം നമുക്കറിയുന്ന ജാദു അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കോയ് മിൽ ഗയ എന്ന് പറയുന്ന ഫിലിം അത്രയും അത്രയും നമ്മളെ ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണല്ലോ അതിൽ. അപ്പം നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഈ 6 വിരലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ നോട്ടം ആ വിരലിലായിരുന്നു കൂടുതലും. അങ്ങനെ ഒരു ഫോട്ടോ ചോദിച്ചു, ഫോട്ടോ എടുത്തു. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു നെക്സ്റ്റ് ടൈം ഡൂയിങ് ക്രിഷ് 4 എന്നുള്ള രീതിയിലും അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു. അടിപൊളി മീറ്റപ്പ് തന്നെയായിരുന്നു അല്ലേ. ഈ വില്ലേജ് ഏലിയൻ ആ കോൺസെപ്റ്റ് ഇപ്പം ജിതിൻ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നതാണ്, സോറി. ഈ വില്ലേജ് ഏലിയൻ കോൺസെപ്റ്റായിട്ട് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം സൂചിപ്പിച്ചിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇരട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 to 60 crores എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കളികൾ വെച്ച് പറയുകയാണ്. 50 to 60 crores വെച്ചൊരു പടം മലയാളത്തിലേക്ക് വരുന്ന ഒരു വില്ലേജ് ഏലിയൻ കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ ഹൗ ഈസ് ദ പ്രീ പ്രൊഡക്ഷൻ ഗോയിങ്? ഫുൾ സ്വിങ്ങിലാണോ അതോ ക്യാൻ വി എക്സ്പെക്റ്റഡ് സൂൺ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്? ഇനി എത്ര നാൾ വെയിറ്റ് ചെയ്യണം? അല്ല, ഈ പറയുന്ന ഇപ്പം ARMും നമുക്ക് എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു 20-25 crores കിട്ടുമ്പോഴത്തേക്ക് എങ്ങനെ ഒരു 50 crores ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 50 to 60 crores ഫിലിം ചെയ്യുമ്പോഴത്തേക്ക് ഒരു 100 crores ഫിലിമിൻ്റെ ലുക്ക് തോന്നിക്കണം. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് 50 കോടിക്ക് 100 കോടിയുടെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. കാരണം എനിക്കങ്ങനെ ഓവർ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നതിലോട്ട് താല്പര്യമില്ല. നമ്മളൊരു സ്പെസിഫൈഡ് ബഡ്ജറ്റിൽ തന്നെ ഇതാവുക. നമ്മൾ ആ മുടക്കുന്ന ഫണ്ട് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ടി പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറിന് അതുകൊണ്ട് നേട്ടം ഉണ്ടാവും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമ കൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസറിന് എന്തായാലും ഒരു നഷ്ടം വന്നിട്ടില്ല. അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഇത്രയും വലിയ ബഡ്ജറ്റ് ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സിനിമയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള റിക്കവറി വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിറ്റിലോ അല്ലെങ്കിൽ നമ്മളിപ്പം സംസാരിക്കുമല്ലോ ഇതിന്, നമ്മളിപ്പോൾ പല ഫിലിം പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ARMൻ്റെയൊക്കെ റിലീസിന് മുമ്പ് ഈ ജിതിൻ ലാൽ ആരെന്നറിയില്ല, നവാഗത സംവിധായകനാണ്,
ഇത്ര വലിയ ബഡ്ജറ്റിൽ ഏകദേശം 130 ദിവസത്തോളം ഷൂട്ട് പോയതാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ടൊവിനോ ആ കുതിരയോടൊപ്പം നിൽക്കുന്ന പോസ്റ്റ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. 118-120 ദിവസത്തോളം ഷൂട്ട് പോയതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു പുതിയ സംവിധായകന് എന്ത് വിശ്വസിച്ചാണ് ഇത്രയധികം പൈസ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതെന്നൊരു ചോദ്യം പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ സംസാരിച്ചപ്പോൾ കണ്ടിട്ടുള്ളതാണ്. പലർക്കും ഞെട്ടലായിരുന്നു അത്. വീണ്ടും രണ്ടാമത്തെ സിനിമ ഈ ഒരു സ്കെയിലിൽ വരുമ്പോൾ പോലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ യു പ്രൂവ്ഡ് ഇറ്റ് റൈറ്റ്. ഫസ്റ്റ് പടത്തിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും സെക്കൻഡ് പടത്തിൽ നമുക്ക് ബഡ്ജറ്റ് കൂടുതലാണ്, കിട്ടാൻ ഇപ്പോഴും പാടാണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പടത്തിൽ എത്രമാത്രം പാടുണ്ടായിരുന്നു നമ്മൾ പിച്ച് ചെയ്ത് ഇത്രയും ബഡ്ജറ്റ് ഉണ്ടെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ? അല്ല, സിനിമ എപ്പോഴും ഒരു ജേണിയാണ്, അതിനൊരു സ്ട്രഗിൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ARMന് അതുപോലെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വിശ്വസിച്ച് ആദ്യം UGM ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ബഡ്ജറ്റ്, ഇങ്ങനൊരു ബഡ്ജറ്റ് വരും എന്നുള്ളൊരു കണക്കിലേക്ക് മാറിയപ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ബഡ്ജറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ പറയുന്ന ഒരു 23 to 25 crores വരും എന്നുള്ളത് നമുക്കറിയായിരുന്നു. അങ്ങനെയാണ് ലിസ്റ്റിൻ ചേട്ടൻ ജോയിൻ ആവുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിലൊരു പ്രീ വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് സ്റ്റോറി ബോർഡ് ആണെങ്കിലും പ്രീവിയസ് ആണെങ്കിലും എൻ്റെ ടെക്നീഷ്യൻസിനെയും പ്രൊഡ്യൂസേഴ്സിനെയും കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് മച്ച് ക്യാൻവാസ് വി ആർ ബിൽഡിംഗ് എന്നുള്ളൊരു സാധനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു ട്രസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പം ലോഗോ പോലത്തെ ഉള്ളൊരു സിനിമ സംഭവിക്കുമ്പോഴത്തേക്ക് DQവിൻ്റെ പോലത്തെ ഒരു പ്രൊഡക്ഷൻ അത്രയും ബാക്ക് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ ബിഗർ ക്യാൻവാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അതിൽ ട്രസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ മണി ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് കുറച്ചുകൂടെ പഠിക്കേണ്ടതായിട്ടുള്ളതെന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ലിമിറ്റ്സ് പുഷ് ചെയ്തിട്ട്, ഇപ്പോൾ കാന്തര ഫസ്റ്റ് അവർ ചെയ്ത സിനിമയുടെ ബഡ്ജറ്റ് അല്ല അവർ രണ്ടാമത് ചെയ്ത സിനിമ. അപ്പോൾ മണി ഫ്ലോ, മണി ഇട്ട് കാശിട്ട് കാശ് വാരൽ എന്നുള്ളൊരു പരിപാടിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാൻവാസ് മനസ്സിലാക്കി ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ സൈഡും അതിനനുസരിച്ച് അതിലൊരു അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരണമെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ഷൻ ഹൗസുകളും ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടി ആയതുകൊണ്ട് ചോദിക്കാം. പക്ഷേ ആദ്യം ഒരു ചോദ്യം അതിലേക്ക് പോകാം. മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ഇത്തവണ സംസ്ഥാന ജൂറി പുരസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ദേവനന്ദ ഒക്കെ ആ പോസ്റ്റ് ഇട്ട് രംഗത്തെത്തിയപ്പോൾ ദേവനന്ദ പറഞ്ഞിരുന്ന ഒരു പേര് അജയന്റെ രണ്ടാം മോഷ്ടമാണ്. ഇതിനകത്തുള്ള ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചവരുടെ പെർഫോമൻസിനെ പറ്റി അല്ലാണ്ട് സംസാരിച്ചിരുന്നു. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ആ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് കൊണ്ടും അതിലുള്ള ബാലതാരങ്ങൾക്ക് അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമവും കൂടി കാരണം, ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടാത്തതിനുള്ള വിഷമം കൂടി കാരണം സംവിധായകനോട് ചോദിക്കുന്നതാണ്. അല്ല, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. ഇപ്പോൾ കുട്ടികളല്ല, ഈ അവാർഡ് വന്നതിൽ കിട്ടാത്ത പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അതിനോടുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഒരു ജൂറി എന്ന് പറയുന്നത് ഒരു 7-8 പേര് അടങ്ങുന്ന ഒരു സമിതിയാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ നമ്മൾ എന്തായാലും മാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാനലിലേക്ക് ഇത് എത്തുമെന്നും അതിലേക്ക് നമ്മൾ ഈ സിനിമ അയക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു രീതിയാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ അതർ സൈഡും കൂടെ നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ശരി എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. അപ്പോൾ പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഓൺ ഫ്യൂച്ചർ അങ്ങനത്തെ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജൂനിയർ നമ്മുടെ കിഡ്സായിട്ടുള്ള കുട്ടികളുടെ ഇത് ഇപ്പോൾ ARMലാണെങ്കിലും നമ്മൾ ആ കുട്ടിക്കാലം കാണിക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് തന്നെയാണ് അവർ രണ്ടുപേരും പെർഫോം ചെയ്തത്. അപ്പോൾ
ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഇനിയും നമ്മളതിന് പരിശ്രമിക്കുക, അത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടൊവിനോയ്ക്ക് മികച്ച നടൻ അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമം സംവിധായകൻ എന്ന രീതിയിലുണ്ടോ? 3 കഥാപാത്രമൊക്കെ ആയിട്ട് ചെയ്യിപ്പിച്ച് 3 രീതിയിലാണ് പെർഫോം ചെയ്യിപ്പിച്ചത്. ടൊവിനോയെ പിഴിഞ്ഞെടുത്തെന്നൊക്കെയാണ് നമ്മൾ ആ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിഷമമുണ്ടോ സംവിധായകന്? ഇല്ല, അങ്ങനെ എനിക്ക് ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമ ഫൈനൽ റൗണ്ടിൽ ഈ പറയുന്ന ഒരു മത്സരത്തിനൊരു 5 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വന്നു എന്ന് പറയുന്നതിൽ തന്നെയാണ് എൻ്റെ സന്തോഷം. അത് അങ്ങനെ പരിഗണിച്ചതിൽ തന്നെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്നത്. ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ ആദ്യം തന്നെ സ്റ്റേറ്റ് അവാർഡ്സിൽ മികച്ച VFX കിട്ടുന്നു. ഒരു ഡ്രീം തുടക്കമല്ലേ ഇതിന്? സത്യം പറഞ്ഞ ഡ്രീം തുടക്കമല്ലേ? ഏതൊരു പുതിയ സംവിധായകനെ ആഗ്രഹിക്കുന്ന ഒരു തുടക്കം. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗോവ ചലച്ചിത്രമേളയിലും കൂടി ആകുമ്പോഴേക്കും ഒരു ഡ്രീം സ്റ്റാർട്ടല്ലേ? അത് തന്നെയാണ്. ഇതെല്ലാം ഒരു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ചിട്ടുള്ളത്. അതൊരു 10 വർഷത്തെ ജേണി ഉണ്ട്, അല്ലെങ്കിൽ ആ 10 വർഷത്തെ ആ ഒരു സ്ട്രഗിള് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കംപ്ലീഷനിലേക്കും അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ എടുത്ത ആ 10 വർഷത്തെ നമ്മളൊരു എനിക്ക് ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ അടുത്ത സിനിമയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്ര പേഷ്യൻസ് ഇല്ല. അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റ് വേഗം ഇറക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രമാത്രം ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ യുവർ നെക്സ്റ്റ് പ്രോജക്ട് വിത്ത് പൃഥ്വിരാജ് ?? എന്നുള്ളതാണ്. എനിക്കറിയില്ല, ഞാനത് പറയുന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ഇതിന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അത് ഇപ്പോൾ വന്ന് സംസാരിച്ചാവട്ടെ. ഇനി ഗോവയിൽ 12 വർഷം പോയതുപോലെ ഇത്തവണ ടീമുമായിട്ട് അവിടെ പോയി ഗസ്റ്റ് ആയിട്ട് പോട്ടെ. ആൻഡ് ഡ്രീം സ്റ്റാർട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും ARM ടീമിനും ഓൾ ദി ബെസ്റ്റ്. ടീമായിട്ട് ഞങ്ങൾ റെഡ് കാർപ്പറ്റിൽ വാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഒരു ഡ്രീം, അത് നടക്കുന്നു. ആൻഡ് താങ്ക് യു എല്ലാവർക്കും. ജനങ്ങൾ ആണ് സിനിമ ആദ്യം വിജയിപ്പിച്ചതും ഇങ്ങനെ ഒരു കളക്ഷനിലേക്ക് എത്തിച്ചതും. അത് കഴിഞ്ഞിട്ട് ഫെസ്റ്റിവലിലും സെലക്റ്റായി. അതിന് വളരെ താങ്ക് യു ഓൾ. അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഭയങ്കര വലിയൊരു സ്വീകരണം കിട്ടിയ ARM ഇപ്പോൾ ഗോവയിലേക്ക് പോകണം. നവംബർ 20 മുതൽ 28 വരെയാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. അവിടെ റെഡ് കാർപ്പറ്റിൽ ARM ടീം ഉണ്ടാകുമെന്നതും പറയുന്നു. അടുത്ത പ്രോജക്റ്റ് ആരോടൊപ്പമാണ്, പൃഥ്വിരാജിനൊപ്പമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ സ്പെഷ്യൽ ലൈവ് പൂർണ്ണമാകുന്നു. നന്ദി ചെയ്തതിന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. പൂർണ്ണമാകുന്നു. നമസ്കാരം.